ശരി, സുനിൽ ഐസക് കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സുനിൽ, എന്താകും ചോദ്യങ്ങൾക്കുള്ള ജോസ് കെ മാണിയുടെ മറുപടി എന്നറിയാനായി കാത്തിരിക്കുകയാണ്. മധ്യമേഖലാ ജാഥയിൽ അപ്പോൾ ജോസ് കെ മാണി ഉണ്ടാകുമോ അതോ മുന്നണി വിടുമോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്താണ് നിലവിലെ അവസ്ഥ? ദിവ്യ, ഞാൻ പ്രതീക്ഷിക്കുന്നത് അഭ്യൂഹങ്ങൾക്ക് താൽക്കാലിക വിരാമമാകും. അല്പസമയത്തിനുള്ളിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ജോസ് കെ മാണി മുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിക്കാനാണ് സാധ്യത. തൽക്കാലം മുന്നണി വിടും എന്ന വാർത്തകൾ, അഭ്യൂഹങ്ങളൊക്കെ പൂർണ്ണമായും പാർട്ടി ചെയർമാൻ തള്ളിക്കളയും. LDFനൊപ്പം തന്നെ നിൽക്കും എന്നതായിരിക്കും ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോകുന്നത്. പക്ഷെ അപ്പോഴും ചില ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മധ്യമേഖലാ ജാഥ, LDF നടത്തുന്ന മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റൻ സ്ഥാനത്ത് ജോസ് കെ മാണി ഉണ്ടാകുമോ എന്ന ചോദ്യമാണ്. അങ്ങനെ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് ജോസ് കെ മാണി പറഞ്ഞാൽ സ്വാഭാവികമായും തൽക്കാലത്തേക്ക് അത്തരമൊരു നീക്കങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള അസൗകര്യം പറഞ്ഞ് ജോസ് കെ മാണി ഇതിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ഒഴിവാകുകയാണ് ചെയ്യുന്നതെങ്കിൽ അത് പക്ഷേ അഭ്യൂഹങ്ങൾക്ക് വിരാമം ഉണ്ടാവില്ല. വീണ്ടും ചില അന്തർനാടകങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നു എന്ന തരത്തിൽ പുറത്തു വരുന്ന വാർത്തകളെ ശരിവെക്കുന്നത് കൂടിയായിരിക്കും. എന്തായാലും വലിയ തോതിൽ ഇന്നലെ മുതൽ തന്നെ ഈ വാർത്തകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അതിൽ വലിയ തോതിലുള്ള പ്രതികരണങ്ങളൊന്നും ചിലയിടങ്ങളിൽ നിന്ന് ഉണ്ടായില്ല എന്നതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രമോദ് നാരായണും റോഷിയും മാത്രമാണ് ഈ വിഷയത്തിൽ അതിശക്തമായ നിലപാടെടുത്ത് രംഗത്ത് വന്നത്. അവരാണ് എന്തായാലും ഞങ്ങൾ എന്തായാലും മുന്നണി വിട്ടു പോവില്ല എന്ന് പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. ജോസ് കെ മാണിയുടേതായി വന്നതൊരു ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമാണ്. പക്ഷേ മറ്റു 3 MLA മാർ, എൻ ജയരാജ് അടക്കം 3 MLA മാർ അവർ പുലർത്തുന്ന നിശബ്ദതയാണ് ഈ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ വലിയ അതിൻ്റെ ഒരു ആകാംക്ഷ ഇങ്ങനെ നിലനിർത്തുന്നത് എന്ന് പറയാതിരിക്കാനാവില്ല. കാരണം കഴിഞ്ഞ ദിവസം മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ വീട്ടിൽ നടന്ന യോഗത്തിൽ ഈ 3 MLA മാർ കടുത്ത നിലപാടെടുത്തിരുന്നു. മുന്നണി വിട്ട് പോകണം എന്നതായിരുന്നു അവരുടെ നിലപാട്. UDFനൊപ്പം ചേരണം, UDFനൊപ്പം നിൽക്കണം. കാരണം കേരള കോൺഗ്രസിൻ്റെത് UDF ബ്ലഡ് ആണെന്നാണ് പ്രധാനമായും അവർ ഉന്നയിച്ച വാദം. മറ്റൊന്ന് സഭയുടെ സമ്മർദ്ദമാണ്. വേറെ ഒന്ന്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കമുണ്ടായ LDFൻ്റെ കനത്ത തിരിച്ചടി, തകർച്ച, അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് LDFനൊപ്പം നിന്നുകൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഏതെങ്കിലും തരത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഒരു MLA പോലും ഇത്തവണ ജയിച്ച് കയറാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ സംഭവിക്കാൻ പോകുന്നത് ആ കേരള കോൺഗ്രസ് മാണി എന്ന് പറയുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ തകരുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തും. അതുകൊണ്ട് ഇപ്പോൾ ഒരു നല്ല തീരുമാനം എന്ന നിലയ്ക്ക്, മികച്ച തീരുമാനം എന്ന നിലയ്ക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ UDFനൊപ്പം ചേരുക എന്നതായിരുന്നു ഈ 3 MLA മാരുടെയും അഭിപ്രായം. പക്ഷേ ആ യോഗത്തിൽ ജോസ് കെ മാണി നിശബ്ദനായി നിൽക്കുകയാണ് ചെയ്തത്. റോഷിയും പ്രമോദ് നാരായണനും അതിനെ അതിശക്തമായി എതിർക്കുകയും ചെയ്തു. എന്തായാലും തീരുമാനം 16 നടക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലെടുക്കാം എന്നൊരു തീരുമാനമെടുത്ത യോഗം വന്ന് പിരിയുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ജോസ് കെ മാണി LDFൻ്റെ പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നത്. LDF യോഗത്തിന് ജോസ് കെ മാണി എത്തിയില്ല. LDF നടത്തിയ കേന്ദ്രവിരുദ്ധ സമരത്തിന് ജോസ് കെ മാണി എത്തിയില്ല. അപ്പോഴൊക്കെ അതിനെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറയുകയും ചെയ്തിരുന്നു അതിൽ പങ്കെടുക്കാതിരുന്നതിന്. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ഇന്നലെ ഒരു വാർത്ത പുറത്തു വരുന്നത്. മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ആ ജാഥ നയിക്കാൻ ജോസ് കെ മാണി ഇല്ല എന്ന വിവരം LDF കൺവീനറെ അറിയിച്ചിരിക്കുന്നു എന്നതാണ് പുറത്തു വന്ന വാർത്ത. അത് പക്ഷേ ജോസ് കെ മാണി ഇതുവരെ നിഷേധിക്കുകയും ചെയ്തിട്ടില്ല. ചീഫ് വിപ്പ് എൻ ജയരാജിനെ പകരം ജാഥ ക്യാപ്റ്റനായി നിയോഗിക്കാമെന്ന് ഒരു നിർദ്ദേശം കൂടി ജോസ് കെ മാണി മുന്നോട്ട് വെച്ചു. അതിന് കാരണമായി പറഞ്ഞത് പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തനിക്ക് യോഗത്തിൽ പങ്കെടുക്കണം, പാർലമെന്റിൽ പങ്കെടുക്കണം, അതുകൊണ്ട് ജാഥ നയിക്കാൻ അസൗകര്യമുണ്ട് എന്നതായിരുന്നു നിലപാട്. പക്ഷേ LDF യോഗത്തിൽ ഇത് സമ്മതിച്ച, ജാഥ ക്യാപ്റ്റൻ ആകാമെന്ന് സമ്മതിച്ച ജോസ് കെ മാണി ഈ നിമിഷത്തിൽ അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനമെടുക്കുമ്പോൾ അത് ചില അഭ്യൂഹങ്ങൾക്ക്, ചില തരത്തിലുള്ള ചില സൂചനകൾ എന്ന നിലയ്ക്ക് അത് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ജോസ് കെ മാണി കളം മാറുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. എന്തായാലും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ചോദ്യത്തിന് ജോസ് കെ മാണി നിലപാട് അറിയിക്കാൻ മാധ്യമങ്ങളെ കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.